അങ്ങനെ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലെത്തിയിട്ടോ. ഊട്ടിയിലെത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് കുതിരപ്പുറത്ത് ഇങ്ങനെ ഒരാൾ പോകുന്നതാണ്. നല്ല രസമുള്ള കാഴ്ചയല്ലേ. കുതിരൻ്റെ കുളമ്പടി ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നല്ലൊരിതായിരുന്നു. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ആദ്യം ബൊട്ടാണിക്കൽ ഗാർഡനാണ് പോയത്. അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതലൊന്നും കയറിപ്പോയതൊന്നുമില്ല. അവിടെ ഒരു ഗ്രൗണ്ട് പോലുള്ളൊരു സ്ഥലമല്ലേ, അവിടെ ഇരുന്ന് കുട്ടികളായിട്ട് കുറേ സമയം കളിച്ചിട്ടോ. ഒരു നല്ലോണം ഓടിക്കളിക്കുകയും നല്ല കളിയായിരുന്നു എല്ലാവരും. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം ഓൽക്ക് ഓടാനും ചാടാനും ഒക്കെ അങ്ങനെ വിശാലമായിട്ടുള്ള സ്ഥലം കിട്ടുമ്പോൾ ഒരു അതിനെല്ലാം ഇഷ്ടമുണ്ടാവുക. എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇതല്ലേ അവർക്ക് ഇഷ്ടമുണ്ടാവുക. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ കാണുന്നതിനെക്കാട്ടിലും അവരുടേതായ ഫ്രീഡം കൊടുത്തിട്ട് ഉള്ളൊരു സമയം ഓൽക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഓൽക്ക് ഏറ്റവും ഇഷ്ടമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നേരെ ഇവിടെ വന്നിരുന്ന് ഓലെ ഇഷ്ടം പോലെ കളിച്ചോട്ടെ വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യാനിട്ടാണ് ചെയ്തത്. മോനിങ്ങനെ ഓരോന്ന് ചെയ്യും. അത് കണ്ടിട്ട് ഓളും കൂടെ അതേപോലെയൊക്കെ ചെയ്ത് നോക്കിട്ടോ. ഇതിപ്പോൾ സ്ലോ മോഷനിൽ ഇങ്ങനെ എടുത്തായതുകൊണ്ടാണ് ഇങ്ങനെ വീണ് പോകുന്ന ഒരു ഇതുപോലെ തോന്നുന്നത്. പക്ഷെ അത്ര കാര്യമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷെ ഓര് കുറേ ഇങ്ങനെ ആക്കി ലാസ്റ്റ് ഏകദേശം കുറച്ചൊക്കെ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 മണിക്കൂർ ഞങ്ങളവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് ഫോണൊക്കെ ചാർജൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ച് വന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പിന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ റൂമിലേക്ക് വന്നതാണ്. ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ അറ്റ്മോസ്ഫിയർ വരുന്നത്. ഒരുപാട് റൂമുകളായിട്ട് ഇങ്ങനെ അടുപ്പിച്ചാണ്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം റൂമിൽ കയറി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നേരെ കളിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ വന്ന്. അപ്പോൾ അവിടെയും കുറേ സമയം ഊഞ്ഞാലാടുകയും അതൊക്കെ ആയിട്ട് കുറേ സമയം അവിടെ തന്നെ നിന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു തടാകമുണ്ട്. അവിടെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പൂവ് അവിടെ കണ്ടതാണ്. എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതേപോലെ ഈ ചെടീൻ്റെ ഉള്ളിൽ നിറച്ച് ചെറിയ കിളികളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് കിളികളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു. കുഞ്ഞു കുഞ്ഞു കിളികളെ സൗണ്ട് അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടിയതാണ്. ഒറ്റക്കോ ഇത് വരുന്നുണ്ട്. മാറിക്കോ അവനിങ്ങനെ ഹൈറ്റിൻ്റെ മുകളിലേക്കൊക്കെ കയറാനൊക്കെ പേടിയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കലുണ്ട്. മോൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓള് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ നെരുങ്ങിയൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും പിടിച്ച് വെച്ചിട്ട് അങ്ങനെ മടിയിലിരുത്തിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓള് കളിക്കൽ. പക്ഷേ ഇന്ന് ഓന് കളിക്കുന്നത് കണ്ടിട്ട് ഓൻ്റെ കൂടെ അങ്ങനെ കളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പേടി മാറി നോക്കും. ഇത് കണ്ടില്ലേ, ഞങ്ങൾ റിസോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ കൃഷികളാണ് കേട്ടോ. ഇങ്ങനെ വരിയായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെയുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇത് എന്ത് കൃഷിയാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
പച്ച കളറിലിങ്ങനെ വരിയിലിങ്ങനെ കാണാം. നേരെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അടുത്ത് പോയി നോക്കിയപ്പോഴാണ് അത് ക്യാരറ്റിൻ്റെ ചെറിയ തളിരായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. 2-3 കൊമ്പൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതാണ്. ഒരു വലിയ ഏരിയ മൊത്തം അങ്ങനെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണത്. ഒരു സൈഡ് വരെയുണ്ട്, ഒരു സൈഡ് മുതൽ ഈ അറ്റം വരെയുണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട് ഇപ്പം. അങ്ങനെ മക്കൾ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേ സ്വീറ്റ് കോണിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇവരെന്തോ മസാല നല്ല എരിവുള്ള മസാല ഇട്ടിട്ട് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വായിന്ന് പുക വരുന്നത് കണ്ടിട്ട് ഓരോ ചെയ്ത് നോക്കുകയാണ്. ഓനക്ക് ആ എരിവുള്ളതൊന്നും പറ്റില്ല. ഓനത് മധുരം ഇട്ടിട്ട് ഉള്ളൊരു ഇതുണ്ടായിരുന്നു, ഫ്ലേവർ, അതാണ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ന്യൂഡിൽസും മക്രോണിയാണ് വാങ്ങുന്നത്. എരിവ് കുറച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ നൂഡിൽസൊക്കെ ഭയങ്കര എരിവ് തന്നെയാണ്. മോന് ഏകദേശം ചെറിയൊരു എരിവൊക്കെ കഴിക്കുള്ളൂ, പക്ഷെ ഇത് നല്ല എരിവുണ്ടായിരുന്നു. 2 പ്ലേറ്റ് വേണം പറയും, 2 പ്ലേറ്റ്. മോൾ നെക്കിക്കോ. You need 5, right? Go. Which one? One of them. No. ഈ ഒരു ക്ലിപ്പ് കണ്ടാലറിയാം രണ്ടുപേരുടെയും എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് ഉള്ളതെന്ന് കേട്ടോ. ഒരാൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് സ്വന്തമായിട്ട് തന്നെ, മോനും സ്വന്തമായിട്ട് ഫുഡൊക്കെ കഴിക്കില്ല എന്നല്ല, പക്ഷേ ആദ്യത്തെ മോനായതുകൊണ്ട്, ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം കൊടുക്കുമല്ലോ. ഭക്ഷണം കഴിക്കാൻ കുറേ നിർബന്ധിച്ചാലൊക്കെ ഇപ്പോൾ കഴിക്കുള്ളൂ. പക്ഷെ മോളാണെങ്കിൽ വിശന്നാൽ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കിട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾക്ക് എരിവും പുളിയൊക്കെ പറ്റുകയും ചെയ്യും. ഇപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഇത് കത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കത്തിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ മോന് തീ ഭയങ്കര പേടിയാണ്. അത് പേടിയാവാൻ കാരണം ഒരു ദിവസം രാത്രി ഞാൻ അടുക്കളയിൽ എന്തോ ഫ്രൈ പാനിൽ ഇങ്ങനെ എന്തോ ഉണ്ടാക്കുക, അപ്പോൾ ഓയിലിൻ്റെ അതിലേക്ക് തീ പിടിച്ചിട്ട് ഇത് പെട്ടെന്ന് ഞാനും പാനിക്കായിപ്പോയി. ഇതെങ്ങനെ കെടുത്തുക എന്നുള്ളത് പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിൽ എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. അതിൽ ഞാൻ വേഗം അതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയും ചെയ്ത്. ആ വെള്ളം ഒഴിച്ചപ്പോൾ ഈ തീ നന്നായിട്ട് പാളി കത്തി. അത് മോൻ കണ്ടിട്ട് ഓൻ അന്ന് നല്ലോണം പേടിച്ചിട്ടോ. നല്ലോണം പേടിച്ചെന്ന് പറഞ്ഞാൽ 2-3 ദിവസം ഓൻ ഉറക്കമൊന്നുമില്ലായിരുന്നു, അത്രക്കും പേടിച്ചു വരുന്നു. പിന്നെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഡെയിലി നമ്മൾ തീ കത്തിച്ച് മെഴുകുതിരി കത്തിച്ചൊക്കെ മോനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എടുത്താലേ ഓൻ ഓക്കെ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഈ പേടി എന്നും ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നേ. ഞാൻ എന്നും വൈകുന്നേരം പുറത്തുള്ള ചവയിലൊക്കെ അടിച്ചിട്ട് വേസ്റ്റൊക്കെ അടിച്ച് വാരി മുറ്റത്ത് അവിടെ സൈഡിൽ വെച്ച് കത്തിക്കും കേട്ടോ. തീ കത്തിക്കുന്നിട്ടോ ഓനെ കൊണ്ട് തന്നെ കത്തിപ്പിക്കാം. അങ്ങനെ റെഡിയാക്കി ഏകദേശം ഒരു 90% ഒക്കെ ഓക്കെ ആയുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ ഓന പേടി പിന്നെയും വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓന് ഭയങ്കര ടെൻഷനായി. ഇത് നമ്മൾ കത്തിപ്പോവെന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനായി. ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അവന് കിടന്നുറങ്ങിയത് തന്നെ. ഭക്ഷണം കഴിക്കാനന്ന് നിന്നില്ല കേട്ടോ, കാരണം ഒന്നാമത് ചെറിയൊരു എരിവുണ്ടായിരുന്നു. പിന്നെ ഈ തീ കത്തിച്ചായതുകൊണ്ടല്ല അതുകൂടെ അവന് ടെൻഷനായി. ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടാണ് കേട്ടോ അന്ന് ഉറങ്ങിയത്. നല്ല പേടിയാവന്.
പെട്ടെന്ന് കൊണ്ട് കാണുമ്പോൾ ഉള്ളൊരു പേടിയാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്നിട്ട് നമ്മളെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു പ്രശ്നം വരില്ല. എന്താ ഞാൻ നമ്മൾ മുറ്റത്ത് തീ കത്തിക്കില്ലേ, അപ്പോൾ നമ്മളെ മേൽക്ക് വന്നീന തീ ഇല്ലല്ലോ. പേടിക്കണ്ട കേട്ടോ. ഇഡലി, സാമ്പാർ ഇഡലി, വട, ഇഡലി വട, സാമ്പാർ വട, പൊങ്കൽ, റവ കിച്ചടി, റവ കിച്ചടി, ദോശ, മസാല ദോശ, കറി ദോശ, മസാല ദോശ, പനീർ മസാല ദോശ,